ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ അനുസരിക്കോ? ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ? അനിയൻ ജ്യേഷ്ഠനെ അല്ല അനുസരിപ്പിക്കേണ്ടത്, നേരെ തിരിച്ചാ. കാര്യം പറ. ജീവിതമെന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്ത ഒരു കന്യകയായി അവശേഷിക്കുകയാണല്ലോ എന്നും. വസന്തവും ഗ്രീഷ്മവും ശരത്കാലവും മാറി മാറി വരുമ്പോഴുണ്ടാകുന്ന ജീവിത ദശാസന്ധികളിൽ സുഖസന്തോഷങ്ങളുടെ കരിങ്കൽ ഭിത്തികളെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ആഞ്ഞടിക്കുന്ന കൂറ്റൻ തിരമാലകൾ പോലെ ഏട്ടന്റെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ റിലീസ് ചെയ്യുന്ന സിനിമകൾ കണക്കെ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച എന്റെ മനസ്സിന്റെ അഗാധ ഗർത്തങ്ങളിൽ വൈദ്യുത സ്ഫുലിംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ അഭ്യുദയ വിമലീകരണത്തിന്റെ പർവ്വത കാഴ്ചകൾ സമ്പുഷ്ടീകരിക്കുന്ന ഭയബഹുലതകൾ ഈ എളിയവന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളായി. ഗതകാല സ്മരണകളെ വിളിച്ചുണർത്തി ക്ഷുഭിത യൗവനം തുടിക്കുന്ന ഏട്ടന്റെ സ്വത്വത്തിൽ ഇടപെടുകയല്ല ഞാൻ. മറിച്ച് ഒരു കീഴാളപക്ഷ സഹയാത്രികന്റെ അവസാനത്തെ ഉൾത്തുടിപ്പുകൾ നിലനിർത്താൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സ്മോശക പതികന്റെ വിലാപമായിട്ട് എടുത്താ മതി. ഇതുവരെ പറഞ്ഞവളുടെ വാക്കുകൾ ഇവിടെ പറഞ്ഞുണ്ടല്ലോ, ലാപ്പോണ്ട് തലമുറ അടിച്ചു പിടിക്കും. നിനക്കെന്തെങ്കിലും പറയാണെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന പക്ഷെ പറയും. അല്ല, ഞാൻ അവതരിപ്പിക്കുന്ന ആശയത്തിന്റെ നിലവാരം കുറയണ്ടല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത്തരം പ്രസംഗങ്ങൾക്കും ലേഖനങ്ങൾക്കും നാടകങ്ങൾക്കും മാത്രമാണ് നിലവാരമുള്ളത് എന്നാണല്ലോ വെപ്പ്. അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, ഞാൻ പച്ച മലയാളത്തിൽ കാര്യത്തിലേക്ക് വരാം. എനിക്ക് വന്ന 2-3 കല്യാണാലോചനകൾ അച്ഛനും അമ്മയും വല്യേട്ടനും കൂടി ഏട്ടന്റെ പേര് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ പേര് പറഞ്ഞു? അതെ. അതെന്തിനാ? ഏട്ടന്റെ ദാമ്പത്യ വർണ്ണ വല്ലരിയിൽ കുസുമങ്ങൾ വിരിയാൻ ചവിട്ടിക്കൂട്ടു ഞാൻ. സുമേർത്തിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്റെ കല്യാണാലോചന പരിഗണിക്കുന്നു, മനസ്സിലായോ? നിനക്ക് കല്യാണം കഴിക്കണോ അല്ലേ? ആ ചിന്ത എന്നേക്കുമായി അവസാനിപ്പിച്ചേക്ക്. എന്നിട്ട് ഒറ്റയ്ക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക്. പട്ടുസാരിയും ചുറ്റി മുല്ലപ്പൂം ചൂടി നാണിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണിനെ കാണുമ്പോ ആർക്കും കിട്ടാത്ത വലിയ എന്തോ സംഗതി കിട്ടിയ അവസ്ഥയിലാണ് എല്ലാ കോന്തം പുരുഷന്മാരുടെയും വിചാരം. എന്നിട്ട് ആരും കാണാതെ പൂവമ്പഴവും ചോക്ലേറ്റും മധുരപലഹാരങ്ങളും ഒളിപ്പിച്ച് കടത്തി രാത്രി അവളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റതും പോരാഞ്ഞിട്ട് പുറത്തുപോയി ഐസ്ക്രീമും ഫലൂദയും ഫ്രൂട്ട് സലാഡും ബദാം മിൽക്കും വാങ്ങിക്കൊടുത്ത് വയറ് നിറച്ചാലും ഇനിയെന്താ വേണ്ട മോളൂ, ഇനിയെന്താ വേണ്ട മോളൂ എന്നും ചോദിച്ച് വെരുകിനെ പോലെ മണം പിടിച്ചു നടക്കുന്ന പാവ പുരുഷനുണ്ടോ മോനെ അറിയുന്ന? മൂർക്കം പാമ്പിനെയാണല്ലോ ഈശ്വരാ ഞാൻ ഫ്രൂട്ട് സലാഡ് കൊടുത്ത് വളർത്തുന്നതെന്ന്. എടാ, സ്ത്രീ എന്ന് പറയുന്ന ഈ വർഗം ഉണ്ടല്ലോ, ഈ വർഗം കല്യാണത്തിന് മുന്നേ ദേവിയും കല്യാണത്തിന് ശേഷം മൂദേവിയാ. അസൂയ, കുശുമ്പ്, വിദ്വേഷം, പിണക്കം, സംശയം, കോപം, പരദൂഷണം തുടങ്ങി സകല വെറുക്കപ്പെട്ട പൈശാചിക പ്രേരണകളുടെയും രൂപമായി മാറും ഒരു സ്ത്രീ ഒരു ഭാര്യയാവുന്നതോടുകൂടി. മനസ്സിലായ? അതുകൊണ്ട് പൊന്നനിയ, നിന്റെ ജീവിതം ഒരു കടുവയ്ക്കും കഴുകനും കടിച്ചു കീറാനും കൊത്തിപ്പറിക്കാനും ഞാൻ വിട്ടുകൊടുക്കൂലടാ. മനസ്സിലായില്ലേ? നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂലാന്ന്. അവന്റെ കല്യാണം മുടക്കാൻ നിനക്കെന്താ അധികാരം? നിനക്ക് ഒരധികാരവും ഇല്ല. അല്ല, വെരി ഗുഡ്, വെരി ഗുഡ്. അതിന്റെ പൂർണ്ണ അധികാരം എനിക്കാണ്. വെരി ബാഡ്. എടാ, ആണായാലും പെണ്ണായാലും വിവാഹപ്രായമായാൽ അവരെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. വാ 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 വാ, ഫാന്റാസ്റ്റിക്. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. അത് നിന്റെ കാര്യത്തിലല്ല. നിന്റെ കല്യാണം ഒരിക്കലും നടക്കാൻ പോണില്ല. അഴിക്കട കൂളിംഗ് ക്ലാസ്. എടോ, കല്യാണം കഴിക്കുന്നതോട് കൂടിയാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം തന്നെ പൂർത്തിയാവുന്നത്. കല്യാണം കഴിച്ചതോടുകൂടി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം പോയതാ. അതാണ് ഭാര്യ. ഒരു മനുഷ്യനെ പൂർണ്ണമായി വിശ്വാസിയാക്കുവാനും ഉള്ള വിശ്വാസം കളയാനും കഴിയുന്ന 2 തരം ഭാര്യമാരുണ്ട് ഈ ലോകത്ത്. യെസ് യെസ്, യു ആർ റൈറ്റ്. എടാ, ഭാര്യയുമായുള്ള സ്വകാര്യ പ്രശ്നത്തിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഏട്ടനോടാണോടാ നിന്റെ കല്യാണക്കാര്യം പറയുന്നത്? നിനക്ക് തീരെ ബോധമില്ലേ? അതെ അതെ, എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അത് ശരി. ഒരാൾക്ക് ഭാര്യയുമായി വല്ല പ്രശ്നമുണ്ടെന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ പെണ്ണ് കെട്ടാതെ കഴിയണം. ഈ ലോകത്ത് മുഴുവൻ കാര്യമില്ല പറഞ്ഞത്, ഈ വീട്ടിലെ കാര്യം പറഞ്ഞത്. ഈ വീട്ടിലെ കാര്യം പറയാൻ തൽക്കാലം ഞാനുണ്ട്. എന്റെ കാലം കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ഈ വീട്ടിലെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ
നല്ലൊരു സ്വർണ്ണം വെച്ചോ. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കല്യാണം കഴിച്ച് വിട്ടിട്ട് ഞാൻ തന്നെ കൂടെ പോയി എന്താ ഇവിടെ ഈ വീട്ടിൽ ഇതുവരെ കേൾക്കാത്തൊരു ബഹളം? നിങ്ങളോടാ ചോദിച്ചത് എന്താ ഇവിടെ പ്രശ്നം? ഇത് മറ്റൊരു നാടകത്തിന്റെ റിഹേഴ്സലാണ് അമ്മേ. എന്താ ഇത്, നാടക കലാ അക്കാദമിയോ? എന്നും റിഹേഴ്സൽ നടത്താൻ? അവസാനമായി ഞാനൊരു കാര്യം പറയാ. എന്റെ കല്യാണം കഴിയുന്നത് വരെ ഈ കൂളിംഗ് ക്ലാസ് ഞാൻ ഉപേക്ഷിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. നീ വിഷമിക്കണ്ടടാ. അബിക്ക് 2 കൊട്ട് കൊടുക്കാൻ കുറെ കാലായി ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഒച്ച വെച്ചപ്പോ എന്തൊരു സുഖം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. ആക്കല്ലേ, ഏട്ടനാണെന്ന് ഓർമ്മ വേണം. 4-5 കൊല്ലായി പെണ്ണ് കെട്ടിച്ച് തരാൻ പറഞ്ഞിട്ട് ഇവിടെ ഒറ്റൊന്നിനും അനക്കല്ല. 2 ഉണ്ട്. ഓലിക്കട്ട് കെട്ടൂല, വേറെ ഉള്ളവർ കെട്ടാനും സമ്മതിക്കൂല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് നാട് വിട്ടങ്ങോട്ട് പോകും. അന്നേ വിലക്ക് പിടിക്കുള്ളൂ. അബി, മനുവിന് നാക്കിത്തിരി കൂടുതലാ. എന്റെ ഡയലോഗിൽ ഉടനീളം അവനിട്ട് കൊട്ടിയത് നീ കേട്ടില്ലേ? പക്ഷെ കൊട്ടധികം കിട്ടിയത് എനിക്കിട്ടാ. ആണോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ എവിടെയോ ഒരു ഫാൾട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഫാൾട്ട് കുടുങ്ങിയോ?